ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം. യെസ്, മേ ഹൂ മൂസ. കുറച്ച് കോമഡി എന്ന് അപ്പൊ തോന്നുന്നുണ്ട്. അതിന്റെ തോന്നുന്നു പേരൊക്കെ കേട്ടിട്ട് ഒഫീഷ്യൽ ടീസർ ആണ്. യെസ്, സോ നമ്മുടെ പാപ്പന് ശേഷം അടുത്ത മൂവി അല്ലേ ഇത്? യെസ് യെസ് യെസ്, അതെ സോ SG ഈസ് ബാക്ക്. അപ്പോൾ ഇത് നമ്മുടെ സുരേഷ് ഗോപി സാറിന്റെ എല്ലാ ഫാൻസിനും വേണ്ടിയാണ് നമ്മൾ ഈ ഒരു റിയാക്ഷൻ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. അതെ അപ്പോൾ നമുക്ക് ഡയറക്ട്ലി അതിന്റെ ടീസർ കാണാം. യെസ് കണ്ടിട്ട് Okay. നമുക്ക് അഭിപ്രായം പറയാം. കോൺഫിഡന്റ് ഗ്രൂപ്പ്. ഒരാള് ജീവിച്ചിരിപ്പുണ്ടോന്ന് അറിയണം. ആര് ജീവിച്ചിരിപ്പുണ്ടെന്നാ തനിക്കറിയണ്ടേ? മൂസ. നിങ്ങളാരാ? മൂസ. മൂപ്പര് മയ്യത്തായിട്ട് 10-20 കൊല്ലായി. നിങ്ങൾ ഇപ്പോഴാണ് അന്വേഷിച്ചു വന്നത്? मूसा मर गया, वो भी 19 साल पहले. വല്ല ചാരമാരെ പറ്റോ ആവോ സാറേ? ജിപ്പോ കോപ്പൊക്കെ വെച്ച് വന്നേക്കുന്ന ആര് കണ്ടു? അത് മൂസക്ക അല്ല. എന്നാ ആക്ടിങ് ചെയ്യാ? ഓന്റെ നാടകം നമുക്ക് പൊളിച്ചടിക്ക് പോരെ കൊടുക്കണം. നീ മാവോയിസ്റ്റ് അല്ലടാ. വെളച്ചിലെടുത്താലേ ചിലപ്പോ വെടിയോണ്ടേ ആവും. ഇവനോടാ ഈ മാണൂര് 2 സ്മാരകം വരും. ഒന്ന് മരിച്ച മൂസയുടെ, മറ്റൊന്ന് മരിക്കാൻ പോണ മൂസയുടെ. मूसा, हे, मूसा. ഇതിലും ഭേദം ആ പാകിസ്ഥാന്. നിങ്ങൾ ശരിക്കും ഇല്ലുമ്മലാണ്ടി അല്ലേ? ഇല്ലുമ്മലാണ്ടി. ഇലുമിനാണ്ടിയെ. ഇത് കേൾക്കുമ്പോ നമ്മളെ യൂട്യൂബിലെ പണ്ടത്തെ ആ ഒരു സംഭവങ്ങൾ ഓർമ്മ വരും. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ട്രെയിലർ. എന്താ പറയാ, നമ്മുടെ മൂസ എന്ന് പറയുന്ന ഒരാള് പുള്ളിയുടെ നാട്ടിൽ മരിച്ചു അതെ. അല്ലേ? അപ്പൊ അങ്ങനെ ഒരാളുണ്ടെന്ന് പറഞ്ഞാൽ അയാള് തന്നെ അതെ വരികയാണ്. അതായത് സ്വന്തം ഐഡന്റിറ്റി മറ്റുള്ളവരെ സ്വന്തം പ്രൂവ് ചെയ്യിക്കാൻ വേണ്ടി identity വരികയാണ്. പ്രൂവ് അപ്പം നാട്ടുകാർ പറഞ്ഞ അങ്ങനെ ഒരാളെ അതിൽ ഇല്ല, അയാളല്ല സംഭവിക്കുന്ന നേരത്തെ മരിച്ചു പോയതാണെന്ന്. അപ്പം സ്വന്തം ഐഡന്റിറ്റി മറ്റുള്ളവരോട് അപ്പൊ ഇയാള് പറയുന്നത് ഞാനാണ് ഇയാള് പറയുന്നതെന്ന് പറഞ്ഞാൽ ഇതിനെക്കാട്ടിയും വേദം അതെ പാകിസ്ഥാനായിരുന്നു ഞാനാണ് ആ മരിച്ച എന്നാണ് വ്യക്തി ലാസ്റ്റ് പറയുന്നത്. ശരിയല്ലേ? നമുക്കൊരു ID പ്രൂഫ് ഉള്ളതുകൊണ്ടും നമ്മൾ അറിയുന്നോണ്ടും ഒക്കെ നമ്മളെ ഇപ്പൊ കാണുന്നവരൊക്കെ നമ്മളോട് പറയും നമ്മൾ ആരാ, അങ്ങനെ ഒരാളുണ്ടായിരുന്നു, പക്ഷെ നിങ്ങളതല്ല, പക്ഷെ ഞാൻ തന്നെയാണ് അത് എന്ന് മറ്റുള്ളവരെ ബോധിപ്പിക്കേണ്ട ഒരു അവസ്ഥ വരുന്നത് വളരെ കഷ്ടാണ്. സോ അത് കൂടാതെ കുറെ ഇതില് നമ്മുടെ മാവോയിസ്റ്റുകാരെയൊക്കെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അപ്പം ഒരുപാട് എന്തൊക്കെയോ കുറച്ച് റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്സും കാര്യങ്ങളും എല്ലാം അതെ ചിരിക്കാനും ചിന്തിക്കാനും ഉള്ള കുറെ കാര്യങ്ങളുണ്ട്. അത് ഒരു കോമഡി ത്രെഡിലൂടെ കണക്ട് ചെയ്തു പോകുന്ന ഒരു സിനിമയാണെന്ന് തോന്നുന്നു. നമുക്കൊന്നും അറിയില്ല. അതിന്റെ ഇടയ്ക്ക് നമ്മൾ സുരേഷ് ഗോപി സാറിന്റെ പഴയ ആ ഒരു പണ്ടത്തെ സിനിമകളിലെ ഒരു ലുക്കൊക്കെ നമ്മൾ കണ്ടു. അതൊക്കെ വളരെയധികം സന്തോഷം. പിന്നെ ഇത്രയും കോമിക്കൽ ആയിട്ടുള്ളൊരു അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയുക, നമ്മളെപ്പോഴും സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു ആക്ടറിനെ നമ്മൾ പോലീസ് ആയിട്ടാണ് ഏറ്റവും കൂടുതൽ ജനങ്ങൾ മനസ്സിൽ ഉൾക്കൊണ്ടിട്ടുള്ളത്. സോ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പം ഒരു എന്താ പറയാ, കംപ്ലീറ്റ്ലി ചിരിപ്പിച്ചുകൊണ്ടുള്ള ഒരു കഥാപാത്രം അല്ലെങ്കിൽ ചിരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു കഥാപാത്രമായിട്ട് ചെയ്യാൻ പോകുന്ന ഒരു സിനിമയും കൂടിയാണ്. അപ്പം നമുക്കത് വെയിറ്റ് ചെയ്യാം അല്ലേ? യെസ്, അതെ. അപ്പൊ ഇപ്പൊ ടീസർ ഇറങ്ങിയിട്ടുള്ളൂ, ഇനി ട്രെയിലർ ഒക്കെ വരാനുണ്ട്. എനിവേ, നമ്മുടെ ഈ ഒരു റിയാക്ഷൻ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ ഇനി വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ.